ഹലോ, അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ഒക്കെ വരാനായി. നമ്മൾ പ്ലമ്മിൻ്റെ വർക്ക് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോസൊക്കെ ഇടാൻ കുറച്ച് ദിവസം ലേറ്റ് ആയിട്ടുണ്ട്. കാരണം ഒന്നുമല്ല, നല്ല തിരക്കായിരുന്നു. നമ്മളിതിൻ്റെ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഹോസ്പിറ്റലിലൊക്കെ ആയതുകൊണ്ട് കുറേ ദിവസം അങ്ങനെ പോയി. ഇപ്പോൾ നമ്മളിതൊക്കെ ചെയ്യാൻ വേണ്ടി എൻ്റെ സൗണ്ടൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാം സെറ്റാക്കി. നമ്മൾ കഴിഞ്ഞ വർഷമാണ് ഈ ഒരു പാൻട്രി മിക്സർ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു വർഷമായി ഇപ്പം നമ്മളെ കൂടെ ഇവനുണ്ട്. ഇതിൻ്റെ ചെറുതും ഉണ്ട്, പക്ഷെ നമ്മളിതിലാണ് പ്ലമ്മൊക്കെ അടിക്കുന്നത്. ഇപ്പം ഫസ്റ്റ് നമ്മൾ ഇതിന് വേണ്ട നമ്മളിപ്പോൾ ചെയ്യുന്നത് 25 കിലോ പ്ലമ്മ് നമുക്കൊരു ഓർഡർ വന്നിട്ടുണ്ട് കേട്ടോ. 25 കിലോൻ്റെ പീസ് കേക്കാണ്. അപ്പോൾ അതിൻ്റെ പണിയിലാണിപ്പം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് നമ്മൾ ഒരു 9 കിലോനുള്ള എന്താണ് നമ്മൾ 20 കിലോൻ്റെ പാൻട്രി മിക്സറാണിത് കേട്ടോ. അപ്പോൾ നമ്മളിതിലേക്ക് ഇപ്പം ഒരു 9 കിലോയിൽ ആവശ്യമുള്ള സാധനങ്ങളാണ് ഇപ്പോൾ നമ്മൾ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് ശേഷമാണ് നമ്മൾ ബാക്കി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് മുട്ട നല്ലപോലെ ബീറ്റ് ചെയ്ത് പഞ്ചസാരയും മുട്ടയൊക്കെ ബീറ്റ് ചെയ്ത് അതിലേക്ക് നമ്മൾ ഫ്ലോറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളതിലേക്ക് ടൂട്ടി ഫ്രൂട്ടി ഇങ്ങനെയുള്ള മിക്സ് നമ്മൾ 2 വർഷമായി സോക്ക് ചെയ്ത് വെച്ച സാധനമാണ് കേട്ടോ. അതൊക്കെ മിക്സ് ചെയ്ത് നല്ലപോലെ ബീറ്റ് ചെയ്ത് എടുത്തിട്ട് നമ്മൾ പ്ലമ്മിൻ്റെ ഒരു പരുവത്തിലാക്കണം. നമ്മൾ സാധാ കേക്ക് ചെയ്യുന്ന പോലെ അല്ല കേട്ടോ പ്ലമ്മ് ചെയ്യുന്നത് കുറച്ച് റിസ്ക് ഉള്ള കാര്യമാണ്. അപ്പോൾ അത് നല്ലപോലെ ബീറ്റ് ഒക്കെ റെഡി ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മിക്സിങ് കറക്റ്റ് ആയാലേ നമുക്ക് പ്ലമ്മായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമ്മളിതൊരു 6 കിലോ പിന്നെ നമ്മൾ സോക്ക് ചെയ്ത ഫ്രൂട്ട്സ് എടുത്ത് വെച്ചിട്ടുണ്ട്, ഡ്രൈ ഫ്രൂട്ട്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. 6 കിലോനായിട്ടുള്ളത്. പക്ഷെ നമുക്ക് 6 കിലോ ഇപ്പം ഇതിലേക്ക് വേണ്ട, നമ്മൾ 25 കിലോ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ അതോട് മാറ്റി വെച്ചതാണ്. അപ്പോൾ അത് നല്ലപോലെ നമ്മളിപ്പോൾ അതിൻ്റെ ബ്ലേഡ് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ലപോലെ ഇതിൽ ബീറ്റ് ചെയ്ത് നല്ലപോലെ മിക്സായി. അങ്ങനെ നമ്മളത് 25 കിലോനും അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നിൽ മാത്രം നമ്മൾ കുറച്ച് നട്ട്സ് ഇട്ട് കൊടുത്ത് വെറുതെ രസത്തിന് മേലിട്ട് കൊടുക്കാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കട്ട് ചെയ്യുമ്പം കേക്ക് പൊടിഞ്ഞു പോകും. നട്ട്സ് തട്ടിയിട്ട് മേലെ ഉള്ള നട്ട്സ് തട്ടിയിട്ട് നമുക്ക് കറക്റ്റ് ഒരു അളവിൽ കട്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ 1 കിലോന് 1/2 കിലോൻ്റെ കേക്കൊക്കെ വേണ്ടിണ്ടായിരുന്നു. അതും അതിൽ അങ്ങ് അടിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ 25 കിലോ പ്ലം പീസ് കേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കട്ട് ചെയ്ത് ഇത് നാളെ രാവിലെ കൊടുക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഒരു സ്കൂളിലേക്കുള്ളതാണ്. അപ്പോൾ എല്ലാം കറക്റ്റ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അവർക്ക് 500 പീസാണ് കേട്ടോ വേണ്ടത്. 500 പീസ് കേക്ക് കറക്റ്റായിട്ട് അവർക്ക് വേണം. അങ്ങനെ നമ്മൾ 25 കിലോ അടിച്ചത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതിന് 23 കിലോനെ ആവശ്യം വന്നുള്ളൂ. ബാക്കി നമുക്ക് വേറെ ഓർഡേഴ്സ്